ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കറീലീസ്. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് വളരെ രുചിയുള്ള മാമ്പഴം കൊണ്ട് ഉണ്ടാക്കിയ മാമ്പഴ പുളിശ്ശേരിയാണ്. അപ്പൊ അതെങ്ങനെയാന്ന് ഉണ്ടാക്കുന്നത് നോക്കണ്ടേ? അതിന് മുന്നേ ആയിട്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തുക. അതിന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്തോളൂ. ബെല്ലൈക്കൺ അടിക്കുമ്പോൾ ആ ഓളിൽ തന്നെ പ്രസ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ റെസിപ്പിയിലോട്ട് പോവാം. അപ്പൊ നമ്മുടെ മാമ്പഴ പുളിശ്ശേരിക്ക് വേണ്ടിയിട്ട് നല്ല നാട്ടു മാങ്ങ എടുത്തിട്ടുണ്ട്. ഇതിനേക്കാളും ചെറിയ മാങ്ങയും കിട്ടും, അതാണെങ്കിലും കുഴപ്പമില്ല, അതായിരിക്കും കുറച്ചുകൂടെ നന്നായിരിക്കുക. ഇനിയിപ്പോ വലിയ മാങ്ങയാണ്, ഇത് കിട്ടാത്തവർക്ക് വലിയ മാങ്ങയായാലും കുഴപ്പമില്ല, ഏത് മാങ്ങയായാലും കഷ്ണം മുറിച്ചൊക്കെ എടുത്താൽ മതി. പിന്നെ 1 കപ്പ് തേങ്ങയും 3 പച്ചമുളകും എടുത്തിട്ടുണ്ട്. തൈര് 1 കപ്പ് എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ശർക്കര, അച്ച് ശർക്കരയാണെങ്കിൽ ഒരു 2 or 3 അച്ച് ശർക്കര എടുക്കാം. ഓരോരുത്തരും മധുരത്തിന് ഇഷ്ടം എങ്ങനെയാണോ അതിനനുസരിച്ച്. 1 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് എടുത്തിട്ടുണ്ട്. ഇനി വറവിടാനായിട്ട് 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ഉലുവ, 2-3 വറ്റൽമുളകും 2-3 അല്ലി കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഓരോ മാങ്ങയും ഇതുപോലെ മുകളിൽ ഈ കറയുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയണം. ഇതിപ്പോൾ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മാങ്ങയാണ്. ഇതെല്ലാം നമുക്കൊന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇതായിപ്പോൾ ഞാൻ എല്ലാം കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറിയിൽ ഇടാനായിട്ട് കഷ്ണങ്ങളാക്കി എടുക്കാം. അപ്പോൾ കഷ്ണങ്ങളും ആക്കാം, ഇതുപോലെ മുഴുവനോടെയും എടുക്കാം. അതായത് തൊലി കളഞ്ഞിട്ട് ആ മാങ്ങ ഇങ്ങനെ ഇടാം കറിയിൽ, അല്ലെങ്കിൽ ചെറിയ കഷ്ണങ്ങളോ വലിയ കഷ്ണങ്ങളോ ഒക്കെ ആക്കിയിട്ടുണ്ട്. അപ്പം ഞാനിവിടെ കുറച്ചെണ്ണം കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. 2 എണ്ണം ഞാനിവിടെ അതേപോലെ തൊലി കളഞ്ഞിട്ട് മുഴുവനോടെയും എടുത്തിട്ടുണ്ട്. അപ്പം ഇതുപോലെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഈ കഷ്ണം മുറിച്ചതിന്റെ മാങ്ങാണ്ടി നമ്മൾ കളയൊന്നും വേണ്ട, അതും ഈ കറിയിൽ തന്നെ നമുക്ക് ഇടാം. അപ്പം ഈ കഷ്ണങ്ങളെല്ലാം കൂടെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം ഞാൻ ഈ കഷ്ണങ്ങളെല്ലാം കൂടെ അതാ ഒരു നോൺ സ്റ്റിക് പാനിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം, അത് വെന്ത് വരാനായിട്ടുള്ള. ഇനി ഇതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പം ഇതിൽ കിടന്നാണ് ഇത് വേവുന്നത്. അത് മാങ്ങ ഒന്ന് നല്ലോണം വെന്ത് വരുന്ന വരെ എന്നിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം ഇതിൽ മുളക് പൊടി കുറവും മഞ്ഞൾപ്പൊടി കൂടുതലുമാണ് ഉണ്ടാവുക ഈ കറിയിൽ. ഇനി ഇത് നമുക്ക് നല്ലോണം ഇളക്കി കൊടുത്ത് അതൊന്ന് അടച്ചു വെച്ച് തന്നെ വേവിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ആദ്യം ഇത്തിരി നേരം ഒരു ഹൈ ഫ്ലെയിമിൽ ഇട്ടാലും കുഴപ്പമില്ല, എന്നിട്ട് പിന്നെ മീഡിയം ഫ്ലെയിമിലാക്കിയാൽ മതി. ഒരു 5-6 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇത് വെന്ത് കിട്ടും. അപ്പൊ ആ മാങ്ങ ഇവിടെ കിടന്ന് വേവട്ടെ. അപ്പത്തേക്ക് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. അപ്പൊ തേങ്ങ, പച്ചമുളക്, തൈര്, നല്ല ജീരകം ഇതെല്ലാം കൂടെ ഇട്ട്, നേരത്തെ പറയാൻ വിട്ടുപോയതാണ്, ചെറിയ ഉള്ളിയും കൂടെ ഇടണം കേട്ടോ. അപ്പൊ ഒരു 2-3 ചെറിയ ഉള്ളിയും കൂടെ ഇടാം. അതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പൊ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി മാങ്ങ എന്തായെന്ന് നമുക്ക് ഒന്ന് തുറന്നു നോക്കാം. മാങ്ങ തിളച്ചൊക്കെ വന്നിട്ടുണ്ട്, വെള്ളമൊക്കെ കുറച്ച് വറ്റി വന്നിട്ടുണ്ട്. അപ്പൊ മാങ്ങയൊക്കെ വെന്തു. ഇനി ഇതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. ശർക്കര ഞാൻ അതേപടി തന്നെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. ഇതിൽ കല്ലും മണ്ണൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ അരിച്ചൊന്നും എടുക്കാതിരുന്നത്. അപ്പൊ ഇത് മണലൊക്കെ ഉള്ള ശർക്കരയാണെന്ന് തോന്നണമെങ്കിൽ ഉരുക്കിയതിന് ശേഷം ഒന്ന് അരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. കുറവാണെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഇത്തിരി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിനെ ഒന്നും കൂടെ നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അടച്ചു വെച്ച് തന്നെ നമുക്ക് തിളപ്പിക്കാം. അപ്പൊ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു 10 മിനിറ്റ് എടുത്തില്ല, അതിന്റെ മുന്നേ തന്നെ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പൊ ഇതാ ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് തേങ്ങ അരപ്പ് ഒഴിച്ചു കൊടുക്കാം. ശർക്കരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് അതിൽ ചേർന്ന് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സമയത്താണ് അരപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി തിളപ്പിച്ചെടുക്കാം. ഇത് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം കേട്ടോ. തൈരും തേങ്ങയും കൂടെ ആയതുകൊണ്ട് അതിങ്ങനെ പിരിഞ്ഞ പോലെ ഒന്നും ആവാതിരിക്കാനായിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ട് തന്നെ ഒന്ന് തിളപ്പിക്കാം. അപ്പൊ ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കാം. അതേപോലെ മധുരവും നല്ല മധുരം വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടെ ശർക്കരയോ അല്ലെങ്കിൽ ഇത്തിരി പഞ്ചസാര ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. അപ്പൊ ഈ സമയത്താണ് നമ്മൾ ഇതൊക്കെ ചെയ്യാനുള്ളത്. അതുപോലെ തൈരിന് പുളി കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഇത്തിരി കൂടെ പുളിപ്പ് വേണം തോന്നണമെങ്കിൽ ഈ സമയത്ത് ഇത്തിരി തൈരും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പൊ നമ്മുടെ ലാസ്റ്റ് സ്റ്റേജ് ആവാറായിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ തന്നെ നമ്മളെ കറി ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. പഴുത്ത മാങ്ങാക്കറി അല്ലെങ്കിൽ മാമ്പഴ പുളിശ്ശേരി എന്നൊക്കെ പറയണേ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഡിഷ് റെഡി ആവാറായിട്ടുണ്ട്. ഇനി ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇതിലേക്ക് വറവിടാനും കൂടിയാണുള്ളത്. അപ്പൊ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ ഇത് നമുക്ക് ഓഫ് ചെയ്തിട്ട് വറവിടാൻ നോക്കാം. അപ്പൊ ഇത് ഓഫ് ചെയ്യാനായി തുടങ്ങിയിട്ടുണ്ട്. കണ്ട, നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓഫ് ചെയ്തിട്ട് വറവിടാം. വറവിടാനായിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചു. അത് ചൂടായപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് നേരത്തെ എടുത്തു വെച്ച കടുക്, ഉലുവ, വറ്റൽമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പൊ ഇത് റെഡിയായി വരുമ്പോഴത്തേക്ക് ഓഫ് ചെയ്തിട്ട് ഇത് നേരെ നമുക്ക് നമ്മുടെ ചൂട് കറിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പം മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ഓഫ് ചെയ്തിട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ റെഡിയാക്കി വെച്ച കറി ഇതായിരിക്കുന്നു. അപ്പൊ ഇതിലേക്ക് ചൂടോടെ തന്നെ ഈ വറവിട്ടത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഈ മാമ്പഴ പുളിശ്ശേരിയുടെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് കേട്ടോ ഇത്.
ഈ കടുക് വറുത്തിടുന്നത്. അതും ഉലുവ നിർബന്ധമാണ് ഇതിൽ. ഈ ഉലുവയുടെയും കൂടി ഒരു ടേസ്റ്റ് വരുമ്പോഴാണ് മാമ്പഴ പുളിശ്ശേരി ശരിക്കും അങ്ങോട്ട് സെറ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇത് മാങ്ങ ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോ താങ്ക്